ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പച്ചമാങ്ങ വെച്ചിട്ട് ഒരു പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് സാധാ ചോറിൻ്റെ കൂടെയും പിന്നെ ബിരിയാണിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല മൂത്ത പച്ചമാങ്ങ തന്നെയാണ്, ഒരുവിധം പഴുക്കാനായത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തു. ഓയിലും ചൂടായി വരുന്ന സമയത്ത് 1 സ്പൂണ് കടുകും അതേ അളവ് തന്നെ ഉലുവയും ചേർത്ത് കൊടുത്തു. അത് രണ്ടും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകവും അതേ അളവ് തന്നെ കുറച്ച് കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 4ഉം കൂടി ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. പച്ചമാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കത് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നും വെന്തൊടിയേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2.5 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര ഒന്ന് മെൽറ്റ് ആകുമ്പോൾ തന്നെ ഇതിൽ നല്ല വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് റെഡിയായി വരുന്നതാണ്. അതുവരെ നമുക്കൊന്ന് അടിച്ചു വെക്കാം. അടിച്ചു വെച്ച് ഇപ്പോൾ അടുപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് എല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അല്ലാതെ നല്ല തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കുറച്ച് ലൂസ് വേണ്ടതുകൊണ്ടാണ് ഞാനങ്ങനെ വെള്ളം ഒഴിച്ചത്. ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മധുരത്തിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചൊരു കുറവുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/2 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പോയിലോ എന്തെങ്കിലും പോരായുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കടുമാങ്ങ ഇപ്പം നല്ലതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതാണ്. പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്കൊരു 15 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റും. ഇതേപോലെ പുളി വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിനകത്ത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.